ഹലോ ഗൈസ്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ജയറാമേട്ടൻ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി എത്തിയിരിക്കുകയാണ്. ആശകളായിരം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. നല്ലൊരു ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് മൂവി. ഒരുപാട് മോഹങ്ങളുമായിട്ട് നടക്കുന്ന ഒരു മകനും അതിലേറെ ആശകളുമായിട്ട് നടന്നിരുന്ന ഒരച്ഛൻ്റെ കൂടി കഥയാണ്. ഇതിനകത്ത് ജയറാമേട്ടൻ ആൻഡ് കാളിദാസൻ ജയറാം അവരുടെ രണ്ടുപേരുടെയും അച്ഛൻ മകൻ കോംബോ സീൻസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം കോമഡിയും ഇമോഷണലും എല്ലാം കോർത്തിണക്കിക്കൊണ്ടൊരു സിനിമയാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കാവുന്ന തരത്തിലൊരു സ്റ്റോറിയാണ്. നമുക്കെല്ലാം വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറിയാണ്. എന്താ പറയുക, ഒരു സിനിമാമോഹവുമായി നടക്കുന്ന മകൻ, പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും ബോധറിയാതെ നടക്കുന്ന ഒരു മകൻ, എന്നാൽ വളരെയധികം കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്ന ആ ഒരു കുടുംബത്തിലെ നടക്കാവുന്ന ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമ മോഹവുമായിട്ട് നടക്കുന്ന എല്ലാവർക്കും വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. ജി പ്രജിത്താണ് ഇതിൻ്റെ സംവിധാനം. നമ്മുടെ വടക്കൻ സെൽഫിയൊക്കെ ചെയ്തില്ലേ, ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ ജൂഡ് ആൻ്റണി ആൻഡ് അരവിന്ദ് രാജേന്ദ്രൻ, ഇവർ രണ്ടുപേരുമാണ് റൈറ്റേഴ്സ്. നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ജയറാമേട്ടനെ കൂടാതെ കാളിദാസ് ജയറാം, ആശാ ശരത്ത്, ഷറഫുദ്ദീൻ, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ വൈറൽ താരം അഖിൽ എന്നാടി, പിഷാരടി, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇതൊരു ഭയങ്കര സിനിമയാണ്. ഇതിൽ വലിയ വലിയ സംഭവങ്ങളുണ്ട് എന്നൊന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു കൊച്ചു സിനിമ, വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു സിനിമ. ഒരുപാട് നാളായി ഇതുപോലെ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവി വന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യരുത്. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്.